ഹമാസ് തീവ്രവാദികളുടെ കസ്റ്റഡിയിലായിരുന്ന 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് വീണ്ടെടുത്തു. തെക്കൻ ഗാസയിലെ റാഫയിൽ തുരങ്കത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇസ്രായേൽ സേന എത്തുന്നതിന് തൊട്ടുമുമ്പ് ഭീകരർ ഇവരെ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു. വെടിനിർത്തലിന് താൽപര്യമില്ലാത്ത ഇസ്രായേലാണ് ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് ഹമാസ് നേതാവ് ഇസദ് അൽ റിഷ്ക് പ്രതികരിച്ചു. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിനിടെ തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ കാർമൽ ഗത്ത്, ഈഡൻ യെരുശാൽമി, ഹെർഷ് ഗോൾഡ്ബെർഗ്, അലക്സാണ്ടർ ലുബാനോവ്, അൽമോഗ് സരുസി, ഒരി ഡാനിയോ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ശനിയാഴ്ച കണ്ടെത്തിയത്. ഇതിൽ ഹെർഷ് ഗോൾഡ്ബെർഗിന് അമേരിക്കൻ പൗരത്വവുമുണ്ട്. കൊലപാതകികൾക്ക് ശിക്ഷ നൽകുന്നതുവരെ ഇസ്രായേൽ വിശ്രമിക്കില്ലെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ കൊന്നവർക്ക് വെടിനിർത്തൽ താൽപര്യമില്ലെന്നും അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനത്തിൽ ഇസ്രായേലി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രംഗത്തുവന്നു. 11 മാസം ഭീകരരുടെ പീഡനങ്ങൾ അതിജീവിച്ചവരാണ് കൊല്ലപ്പെട്ടതെന്നും വെടിനിർത്തൽ വൈകുന്നതാണ് ഇവരുടെ മരണത്തിന് കാരണമായതെന്നും നെതന്യാഹുവിനാണ് ഇതിന്റെ ഉത്തരവാദിത്വമെന്നും ഇവർ പറഞ്ഞു. അമേരിക്കൻ പൗരന്റെ മരണത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ദുഃഖം രേഖപ്പെടുത്തി. ബന്ദികളുടെ മരണത്തിന് ഹമാസ് വില നൽകേണ്ടി വരുമെന്നും യുദ്ധം അവസാനിപ്പിക്കുവാൻ സമയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന് വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് ആവശ്യപ്പെട്ടു.